ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീനയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 10 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെറു സസ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ചെടിയെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇലുമ്പൻ പുളി, ഇരുമ്പൻ പുളി, ഓർക്കാപ്പുളി, പിലിമ്പി, പുളിഞ്ചിക്ക, ചെമ്മീൻ പുളി, ചിലിമ്പി പുളി, കാച്ചിപ്പുളി, പല സ്ഥലങ്ങളിലും പല പേരുള്ളൊരു ചെടി. നല്ല രസമുണ്ടല്ലേ പേരുകൾ കേൾക്കാൻ തന്നെ. ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം എന്ന് പറയുന്നത് ബിലിമ്പി എന്നാണ് കേട്ടോ. സാധാരണയായിട്ട് ഇവ അല്പം ഉയരം വന്നാൽ ശാഖകളായിട്ട് പിരിയുകയും വിസ്താരത്തിൽ പടർന്നു വളരുകയും ചെയ്യും. ഈ സസ്യത്തിൻ്റെ കായ് പച്ചക്കറിയായിട്ടും ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ തടിയിൽ കുലകളായിട്ട് തിങ്ങി നിറഞ്ഞ് കായ്ക്കുന്ന ഫലങ്ങൾ കൂടുതലായിട്ട് തെക്കൻ കേരളത്തിലെ കുടംപുളിക്കും വാളംപുളിക്കും പകരമായിട്ട് മീൻകറിയിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ കായ്കൾ പച്ചയ്ക്ക് അച്ചാറിടുന്നതിനും സ്ക്വാഷ് ഉണ്ടാക്കുന്നതിനൊക്കെ യോഗ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇതിൻ്റെ ജനനം ഇന്തോനേഷ്യയിലെ മോളുക്കാസ് ദ്വീപിലാണ്. എങ്കിലും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ലോകത്തിലെ തന്നെ പല സ്ഥലങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. ഇലുമ്പിയിൽ ഔഷധഗുണമുള്ളത് ഇലയിലും കായയിലുമാണ്. തൊലിപ്പുറത്തെ ചൊറിച്ചില്, നീർവീക്കം, തടിപ്പ്, വാദം, മുണ്ടിനീര്, വിഷജന്തുക്കളുടെ കടിമൂലമുണ്ടാകുന്ന മുറിവ് എന്നിവയ്ക്ക് ഇലകൾ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി തേക്കുന്നതിന് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കായ്കൾക്ക് പുളിരസമാണുള്ളത്. തുണികളിൽ പറ്റുന്ന തുരുമ്പ് പോലെയുള്ള കറകളുണ്ടല്ലോ, അതൊക്കെ മാറ്റുന്നതിന് ഇലിമ്പിപ്പുളിയുടെ നീര് വളരെ നല്ലതാണ് കേട്ടോ. കൂടാതെ പിച്ചളപാത്രങ്ങളിലെ ക്ലാവ് കളയുന്നതിനും ഇലിമ്പിയുടെ നീര് ഉപയോഗിക്കുന്നത്. ഇലിമ്പിപ്പുളി എടുത്തിട്ട് ചുമ്മാ ഈ ക്ലാവ് പിടിച്ച സ്ഥലത്ത് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ക്ലാവൊക്കെ നന്നായി പോയിട്ട് ഇത് പാത്രം നല്ല വെട്ടി തിളങ്ങും കേട്ടോ. ഇലിമ്പി കായ് മുറിക്കാതെ ഉപ്പിലിട്ടിട്ട് 4 ദിവസം കഴിഞ്ഞ് ആ ലായനി 1/4 ഗ്ലാസ് എടുത്തിട്ട് നേർപ്പിച്ച് കുടിക്കുന്നത് രക്തത്തിലെ കൊഴുപ്പ് കളയാനായിട്ട് സഹായകമാണ്. ഇലിമ്പൻ പുളി കൊണ്ടുള്ള വൈനും രക്തത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് ഉത്തമമാണ് കേട്ടോ. രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇലിമ്പിപ്പുളി കഴിക്കുന്നത് നല്ലതാണെന്നാണ് പണ്ട് മുതലേ പഴമക്കാർ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇലിമ്പിയുടെ നീര് കൂടിയ അളവിൽ കഴിക്കുമ്പോൾ അതിൽ വൻതോതിൽ അടങ്ങിയിരിക്കുന്ന ഓക്സാലിക് ആസിഡ് വൃക്കയിലടിഞ്ഞ് വൃക്ക തകരാറാവുന്നത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒത്തിരിയും കഴിക്കുന്നതും ചിലപ്പോൾ അപകടകരമായിട്ട് വരാനും ചാൻസസ് ഉണ്ട്. മീൻകറി പാചകം ചെയ്യുമ്പോൾ പുളിക്ക് പകരമായിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൂടാതെ അച്ചാറിടുന്നതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മീൻ വെട്ടിക്കഴിയുമ്പോൾ ഇലിമ്പിപ്പുളി മുറിച്ചിട്ടാൽ മീനിൽ ഉളുമ്പ് എളുപ്പത്തിൽ മാറിക്കിട്ടും കേട്ടോ. ഒരു ഇലിമ്പിപ്പുളി മരത്തിന് പരമാവധി 10 മീറ്റർ വരെ ആട്ടോ ഉയരം ഉണ്ടാവുന്നത്. മണ്ണിൻ്റെ ഫലപുഷ്ടി അനുസരിച്ച് അനേക കാലം ഇത് നിലനിൽക്കും. പൂത്ത് നിൽക്കുമ്പോൾ ചുവന്നതും പർപ്പിൾ നിറമുള്ളതായിട്ടുള്ള പൂക്കളാണ് ഈ മരത്തിൽ നിറയെ കാണപ്പെടുക കേട്ടോ. ആദ്യം കായ ഉണ്ടാകുമ്പോൾ പച്ച കളറായിരിക്കും. പിന്നെ ഇത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ ഇളം മഞ്ഞ നിറത്തിലേക്ക് ഈ പഴങ്ങളൊക്കെ മാറും. നേർത്ത ഘടനയുള്ള ഈ പഴത്തിന് വ്യക്തമായിട്ടുള്ള പുളിപ്പും ചവർപ്പും കലർന്ന ഒരു രുചിയാണ് കേട്ടോ ഉള്ളത്. പഴങ്ങളുടെ ഉള്ളിലായിട്ട് തവിട്ട് നിറമുള്ള ചെറിയ വിത്തുകളും ഉണ്ടാവാറുണ്ട്. പഴുത്ത് കഴിയുമ്പോൾ ഇവ പൂർണ്ണമായിട്ടും നല്ല സോഫ്റ്റായിട്ട് മാറുമേ. പഴങ്ങൾ കൂടാതെ ഇലിമ്പിപ്പുളി വൃക്ഷത്തിൻ്റെ വിത്തുകൾക്കും പൂക്കൾക്കും എല്ലാം കാര്യമായ ഔഷധ ചികിത്സാ മൂല്യങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവ പലതരം ഔഷധ മരുന്നുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കാറുമുണ്ട്. ഇലിമ്പിപ്പുളിയിൽ ആരോഗ്യത്തെ മികച്ച രീതിയിൽ സ്വാധീനിക്കുന്ന പോഷക ഗുണങ്ങളും ഉണ്ട് കേട്ടോ. ശാരീരിക ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ആവശ്യ ഘടകങ്ങളായ കാർബോഹൈഡ്രേറ്റ്, നാരുകൾ, പ്രോട്ടീൻ എന്നിവയ്ക്ക് പുറമെ വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, കാൽസ്യം, ഇരുമ്പ്, ഫ്ലേവനോയിഡുകൾ, ടാനിൻസ്, ടെർപെൻസ് എന്നിവ ഇതിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരാളുടെ മൊത്തത്തിലുള്ള ആരോഗ്യക്ഷേമത്തിൽ അതിശയകരമായിട്ടുള്ള പങ്ക് വഹിക്കാനായിട്ട് ഈ ഒരു പഴത്തിന് സാധിക്കുന്നതാണ്. ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തനത്തിന് നിരീക്ഷിച്ചുകൊണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലുള്ള വിലയേറിയ ഗുണങ്ങൾ ഈ ഇലിമ്പിപ്പുളിയിലുണ്ട് കേട്ടോ. നമ്മൾ നിത്യവും കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും രക്തത്തിലേക്ക് എത്തിച്ചേരുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഇതിലെ ഫ്ലേവനോയിഡുകളും നാരുകളും എല്ലാം സഹായിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പണ്ട് മുതൽക്കേ ആയുർവേദ ചികിത്സാ വിധികളിൽ പ്രമേഹ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ശേഷിയുള്ള മരുന്നുകളിൽ ഒന്നായിട്ട് ഇതിനെ കണക്കാക്കിയിരുന്നത് കേട്ടോ. ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ രക്താതിമർദ്ദം കുറയ്ക്കുന്നതിനുള്ള അത്ഭുതകരമായ പ്രകൃതിദത്ത പരിഹാരമായിട്ട് ഇലിമ്പിപ്പുളി അറിയപ്പെടുന്നുണ്ട്. ഈ പഴത്തിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും പ്രോട്ടീനുകളുടെയും സാന്നിധ്യം രക്തസമ്മർദ്ദത്തിന് പ്രശ്നങ്ങൾ എളുപ്പത്തിൽ കുറച്ചു കൊണ്ടുവരുന്നതിന് സഹായിക്കും. ഇലിമ്പിപ്പുളി ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച കഷായം പതിവായിട്ട് കഴിക്കുന്നത് രക്തക്കുഴലുകളിൽ ഉയർന്ന മർദ്ദം കുറച്ചുകൊണ്ട് ധമനികൾ, ഞരമ്പുകൾ, ഹൃദയാറകൾ തുടങ്ങിയവയെ ആരോഗ്യകരമാം വിധം പ്രവർത്തന സജ്ജമാക്കാനായിട്ട് വഴിയൊരുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഉണ്ടല്ലോ, ഈ ഇലിമ്പിൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ടാനിൻ, സ്റ്റെർപെൻസ് എന്നീ ശക്തമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഘടകങ്ങളുണ്ടല്ലോ. അത് മലദ്വാരം, മലാശയം എന്നീ ഭാഗങ്ങളിൽ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന വീക്കം കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. മൂലക്കുരുവിനുള്ള ഏറ്റവും നല്ല പ്രകൃതിദത്ത പരിഹാര മാർഗ്ഗമാണ് ഇതെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതുകൂടാതെ ചുമയും ജലദോഷവും അടക്കമുള്ള ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾ അകറ്റാനും അസ്ഥികളുടെ ആരോഗ്യത്തിനുമെല്ലാം ഇലിമ്പിൻ പുളി വളരെ നല്ലൊരു ഉപാധിയാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നഴ്സറികളിൽ ഇലിമ്പിൻ പുളിയുടെ തൈകൾക്ക് വെറും 25 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇത്രയും ഗുണഗണങ്ങളുള്ള ഇലിമ്പിൻ പുളി നമ്മളുടെ തൊടികളിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നട്ടു വളർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള പുതിയ പുതിയ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസും ആരോഗ്യപരമായിട്ടുള്ള ടിപ്സുകളും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം റീന.